എല്ലാവർക്കും നമസ്കാരം. കുംഭമേളയിൽ പോകുന്ന ചിലരുടെ വീട്ടുകാർക്കുള്ള ചില സംശയങ്ങൾ തീർക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് കുംഭമേളയിൽ ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി 1-2 ഇൻസിഡൻസ് ഉണ്ടായി. പക്ഷേ ഇത്ര കോടി ജനങ്ങൾ ഒരു ചെറിയ സ്ഥലത്തേക്ക് വരുമ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ്. UP സർക്കാർ അങ്ങേയറ്റം, യോഗി സർക്കാർ അങ്ങേയറ്റം ശ്രദ്ധയോടും ഭക്തിയോടും കൂടി അത് സംഘടിപ്പിച്ച ഒരു മേളയാണ് ഇത്. അപ്പോൾ ഇതിൽ 1-2 പേര് ഒരു ക്രൗഡിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു മിസ്സാപ്പാണത്. പക്ഷേ ഈ മോഹൻജി വില്ലേജിൽ പോകുന്നവർക്ക് ടോട്ടലി ആ ഒരു ഞങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കി. ഇപ്പോൾ മോഹൻജി വില്ലേജിൽ ഒരുപാട് പേരുണ്ട്, മലയാളികൾ അല്ലെങ്കിൽ മലയാളികളല്ലാത്തവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് നമ്മുടെ വില്ലേജ് എന്ന് പറഞ്ഞാൽ ഈ ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസിൽ അഖാഡകളുടെ ആ ഭാഗത്തേ അല്ല, സെക്ടർ 24 ആണ്, നദിയുടെ മറ്റേ സൈഡിലാണ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവർ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. അപ്പം നമുക്ക് കഴിയുന്നതും അതിൻ്റെ അടുത്താണ് കൊണ്ടാക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഈ മിസാപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇച്ചിരി കുറച്ച് നടക്കേണ്ടി എങ്ങാൻ വരുവാണെങ്കിൽ ലഗേജ് കുറച്ചെടുക്കുക. പിന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക്, പോകുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള ഭയവും ആശങ്കയില്ല. സംസാരിക്കുന്നവരൊക്കെ പറയും നമ്മുടെ കൂടെ മോഹൻജിയും ബാബയുണ്ടല്ലോ, പിന്നെ നമുക്ക് ഭയപ്പെടേണ്ട. എന്നാലും ഞാൻ അവരോട് പറയാം, നിങ്ങൾ ലഗേജ് കുറച്ചെടുക്കുക. ഇപ്പോൾ സിന്ധുവിൻ്റെ എക്സ്പീരിയൻസ് കേട്ടപ്പോൾ പറഞ്ഞില്ലേ, എടുത്താൽ പൊങ്ങാത്ത ലഗേജ് എടുത്ത് കൊടുക്കാനായിട്ട് ബാബ വരണമല്ലോ. അപ്പം അയ്യോ ഇത് എടുത്താൽ പൊങ്ങാത്ത ലഗേജ് ആയിരുന്നു, ബാബയെ കൊണ്ട് എടുപ്പിച്ചു എന്നൊക്കെ പറയണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ബാബയെ മോഹൻജി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരും. നമ്മളെ കൊണ്ട് സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കണ്ട. ലഗേജ് വളരെ കുറച്ചെടുക്കുക. അവിടെ അത്യാവശ്യം പുതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ കമ്പിളി, തണുപ്പിനെ പ്രതിരോധിക്കാനായിട്ട് സ്വെറ്റർ, തൊപ്പി, കയ്യോറ, സോക്സ് ഇതൊക്കെ എടുക്കുക. അല്ലാതെ ഒരുപാട് സാധനങ്ങൾ എടുത്ത് നമ്മുടെ ലഗേജ് കൂട്ടേണ്ട ആവശ്യമില്ല. പിന്നെ ഭക്ഷണമാണെങ്കിലും എല്ലാം അവിടെയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം എടുത്ത് ലഗേജ് കൂട്ടരുത്. ഫ്ലൈറ്റിന് പോകുന്നൊരു ട്രെയിനിന് പോവുകയാണ് അവിടെയാണെങ്കിൽ പിന്നെ അവിടം വരെയുള്ള ഭക്ഷണമോ എന്താണെന്ന് വെച്ചാൽ കരുതിക്കോളൂ. അപ്പോൾ വീട്ടിലുള്ളവരെ ഒട്ടും ഭയപ്പെടേണ്ട. നമുക്കുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവാത്തതിൻ്റെ കാര്യം അവർക്ക് ആ ഗുരുവിനെ ഭക്തി വന്നിട്ടില്ല എന്നുള്ളതാണ്. ആ ഭക്തി തരുമ്പോൾ അവരുള്ളൊരു വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് മോഹൻജി ഗ്രൂപ്പിലുള്ള എല്ലാവരും ട്രാവൽ ചെയ്യുന്നത്. ഇതുവരെയുള്ള എല്ലാ അനുഭവങ്ങളും ശ്രദ്ധിച്ചറിയാം. ഗുരു കൂടെ ഉള്ളപ്പോൾ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഏതൊരു ഘട്ടത്തെയും അതിജീവിക്കാനുള്ള എനർജിയും ശക്തിയും നമുക്ക് തരും. ഇൻ കേസ് അതില്ലാതെ ഇപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും സിന്ധുവിൻ്റെ കേസിൽ അറിയാമല്ലോ, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർക്ക് ഭക്തിയും വിശ്വാസവും വരണത് വരെ ബാബ ആളായിട്ട് തന്നെ കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാബ അവരിലൂടെ തന്നെ പ്രവർത്തിക്കും. അപ്പോൾ അത് ഉറച്ച് വിശ്വസിക്കുക. അപ്പോൾ ഇതോടൊപ്പം കാരണം എന്ന് വെച്ചാൽ പല രീതിയിലാണ് ഗുരു നമുക്ക് കാണിച്ചു തരുന്നത്. എനിക്ക് അടുത്തിടെ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ റിപ്പബ്ലിക് ഡേക്ക് ഒരു സ്ഥലത്ത് പോയി. അപ്പം മോഹൻജി അതിനു മുമ്പ് ജനം TV-യിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു മോഹൻജിയുടെ. അതിൽ ചോദിച്ചു സനാതനധർമ്മം എന്താണെന്ന് ചോദിച്ചു. അങ്ങനെയല്ല ചോദിച്ചത്, സനാതനധർമ്മത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി. അപ്പോൾ അതിൽ മോഹൻജി ഒരു കാര്യം പറയുന്നുണ്ട്, സനാതനധർമ്മം എന്ന് പറയുന്ന ഒരു മതമല്ല എന്ന്. അതൊരു മോശമായ അർത്ഥത്തിലല്ല അതിൽ പറയുന്നത്. മതം എന്ന് പറഞ്ഞാൽ ചില ചട്ടക്കൂടുകളിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു സംഭവമാണ്. അതിനേക്കാളും ഒക്കെ വിശാലമായിട്ടുള്ള ഒരു ജീവിത രീതി തന്നെയാണ്. കാരണം ഈ സനാതനധർമ്മം ഉൾക്കൊള്ളുന്നത് പലതരത്തിലുള്ള ആൾക്കാരെയാണ്. ഒരേ ദൈവത്തിൽ വിശ്വസിച്ച് ഒരേപോലെ ജീവിച്ച് ഒരേ പാതയിലൂടെ പോകുന്ന ആൾക്കാരല്ല. ഇപ്പോൾ എൻ്റെ ഈ ഭാരതദർശനം എന്ന് പറയുന്ന ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്കറിയാം, പല വഴികളിലും ആ സത്യത്തെ അറിയാൻ ശ്രമിക്കുന്നവർക്ക് തുറന്നിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വലിയൊരു സാമ്രാജ്യമാണ് സനാതനധർമ്മം. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മോക്ഷം കിട്ടുകയുള്ളൂ എന്ന് പറയുന്ന ഒരു ദൈവവും സനാതനധർമ്മത്തിലില്ല. ചില ചിട്ടകളുണ്ട്, ആ ചിട്ടകളിലൂടെ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് എളുപ്പമുണ്ട് എന്ന് ഗുരുക്കന്മാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും. ഇനി അതല്ല, ഞങ്ങൾ സ്വന്തമായിട്ട് സത്യത്തിനെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞു പോകുന്നവർക്കും ഓപ്പണാണ്. അവർക്ക് കുറച്ചൊന്ന് ചുറ്റേണ്ടി വരും, കാരണം ഒരു ഗൈഡില്ല കൂടെ. പക്ഷെ ആ ഒരു ഗൈഡായിട്ടാണ് ഈ സനാതനധർമ്മത്തിൽ എപ്പോഴും ഗുരുക്കന്മാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. ആ ഒരു അർത്ഥത്തിലാണ് മോഹൻജി പറഞ്ഞത് സനാതനധർമ്മം എന്തെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂര്യനെ നോക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. സൂര്യൻ പാകിസ്ഥാനിൽ പ്രകാശിക്കാതിരിക്കുന്നില്ല,
അല്ലെങ്കിൽ ഇപ്പോൾ അക്രമങ്ങൾ നടക്കുന്ന ബംഗ്ലാദേശിൽ പ്രകാശിക്കാതിരിക്കുന്നില്ല. അവർ കണ്ണ് തുറന്ന് നോക്കുന്നില്ല. ഈ സൂര്യൻ ഇന്ത്യയിലും പ്രകാശിക്കുന്നുണ്ട്, ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രകാശിക്കുന്നുണ്ട് എന്നുള്ളത്. ഇന്ത്യയിലെ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവർക്ക് മനസ്സിലാകും. സൂര്യനെ നോക്കിയാൽ സൂര്യൻ തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവം പറയുവാണ്, ഓക്കെ എൻ്റെ അനുയായികൾക്ക് മാത്രം വെളിച്ചം കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടല്ലല്ലോ ഭൂമിയിലേക്ക് വിട്ടത്. അപ്പോൾ അതാണ് സനാതനധർമ്മം എന്നും നിലനിൽക്കാനുള്ളൊരു കാരണം. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ ഭൂമി. മറ്റുള്ളവരെ ശല്യപ്പെടുത്താതിരിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക, അവരെ ഉപദ്രവിക്കാതിരിക്കുക. ബലമായിട്ടോ പേടിപ്പിച്ചിട്ടോ നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിലേക്ക് അവരെ കൊണ്ടുവരാതിരിക്കുക. അവർക്ക് ഇഷ്ടം തോന്നി വരുവാണെങ്കിൽ വരട്ടെ. അല്ലാതെ ഈ ഭൂമി കൈയടക്കിയതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. കാരണം ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് സൗരയൂഥങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് മനുഷ്യർ ജീവിക്കുന്നുണ്ട്. മനുഷ്യർ അല്ലെങ്കിൽ ബീയിങ്സ് ജീവിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ മാത്രമല്ല, ഒരുപാട് സൗരയൂഥങ്ങളുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു പൊട്ട് മാത്രമാണ് ഈ ഭൂമി. ഈ ഭൂമി പിടിച്ചടക്കി എന്തെങ്കിലും നേടാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതിലും വലിയ മണ്ടത്തരം വേറൊന്നുമില്ല. ഇതാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത്. കാരണം വേറെ ലോകങ്ങളുണ്ട്, വൃത്തിയായിട്ട് അത് പറഞ്ഞിട്ടുമുണ്ട് പല പുണ്യഗ്രന്ഥങ്ങളിൽ. അപ്പോൾ ഈ ഭൂമി മാത്രമാണ്, ഈ ഭൂമി വിട്ട് കഴിഞ്ഞ് ഇവിടെ പിടിച്ചടക്കിയിട്ട് അങ്ങ് ചെന്നാൽ എവിടെയെങ്കിലും സ്വർഗമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലവുമല്ല ഭൂമി. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വിഭാഗവുമല്ല സനാതനധർമ്മ വിശ്വാസികൾ. അതുകൊണ്ട് സനാതനധർമ്മത്തെ കളിയാക്കുന്നവർ മനസ്സിലാക്കുക, നിങ്ങളും സനാതനധർമ്മത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ടാണ് ഈ ഭാരതത്തിൽ നിങ്ങൾക്ക് എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം വന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഉൾപ്പെടുന്ന സനാതനധർമ്മത്തെ നിങ്ങൾ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുംഭമേളയിൽ ചെല്ലുമ്പോൾ നാഗസന്യാസിമാർ വസ്ത്രങ്ങൾ ഇടാതെ വരുന്നവരെ കളിയാക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു ഒറ്റമുണ്ട് മാത്രം ധരിച്ചിട്ട് നിങ്ങൾക്ക് പോയി ഹിമാലയത്തിലെ ഏതെങ്കിലും ഗുഹയിൽ ജീവിക്കാൻ പറ്റും. നിങ്ങൾ ചിന്തിക്കുക, അവരവിടെ അങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ ആരും വസ്ത്രം ഉടുത്തിട്ടൊന്നും അല്ലല്ലോ ഭൂമിയിലേക്ക് വരുന്നത്, കംപ്ലീറ്റ് മൂടിയിട്ടല്ലോ. പോകുമ്പോഴും ഈ വസ്ത്രം കൊണ്ടല്ല പോകുന്നത്. അപ്പം ഇൻ ബിറ്റ്വീൻ നമ്മൾ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് നമ്മൾ ഉൾപ്പെടുന്ന ഈ സമൂഹത്തിലല്ല നാഗസന്യാസിമാർ വസ്ത്രം എടുക്കാതെ ജീവിക്കുന്നത്. അവരിവിടെ വന്ന് ആരെയും ശല്യപ്പെടുത്തുന്നുമില്ല. അവരുടെ പോലെ വസ്ത്രം എടുക്കാൻ പറഞ്ഞിട്ട് ആരെയും കൊല്ലുന്നുമില്ല, തലവെട്ടുന്നുമില്ല. അവരുടെ പാട് നോക്കിപ്പോയി അവരുടെ സാധനങ്ങൾ സ്വീകരിക്കുന്നു. ഈ മഹാകുംഭമേളയിൽ നിങ്ങൾക്ക് അവരെ കാണാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ മഹാകുംഭമേളയിലേക്ക് പോകണ്ട, നിങ്ങളുടെ ഓപ്ഷനാണ്. ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ? പക്ഷേ ഒരുപാട് പേര് പോകുന്നുണ്ട്. പിന്നെ അവിടെ പോയി ചെളിവെള്ളത്തിൽ കുളിക്കാനാണോ പോണേന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യത്തിനെയും നിങ്ങൾക്ക് രണ്ട് ദൃഷ്ടിയിലൂടെ കാണാം, നന്നായും കാണാം, ചീത്തയും കാണാം. അവിടെ പോകുന്നവർ ആ ചെളിവെള്ളത്തിൽ കുളിക്കാനല്ല പോകുന്നത്. അവിടെ പോകുന്നവർ ആ ഒരു പ്രസൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് കണ്ണ് തുറന്ന് നോക്കിയാൽ അറിയാം. ഈ ഭൂമിയിൽ നിന്ന് ഒരു ഗുരുക്കന്മാരും വിട്ടുപോയിട്ടില്ല. അവർ മഹാകുംഭമേളയിൽ അവിടെ സന്നിഹിതരായിരിക്കാം. അവർ കാണാനുള്ള കണ്ണ് വേണം. മഹാവതാർ ബാബാജിയെ എല്ലാവർക്കും കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇവിടെ നിന്ന് വിട്ടുപോയ അദൃശ്യരായ സത്യസായി ബാബ, ഷിർദി സായി ബാബ, ഇവരെ എല്ലാവർക്കും കാണാൻ പറ്റില്ല. ഭക്തിയിലൂടെ നോക്കിയാൽ കാണാം. സിന്ധുവിൻ്റെ എക്സ്പീരിയൻസിൽ നിങ്ങൾ കണ്ടതാണ്. ഭക്തിയുള്ളവർക്ക് അവരെ വീണ്ടും വീണ്ടും കാണാം. ഏതെല്ലാം എനിക്ക് വളരെ അത്യാവശ്യമുള്ളൊരു സമയത്ത് ബാബ എൻ്റെ വീട്ടിൽ കയറി വന്ന് പറഞ്ഞിട്ടുണ്ട്, നീ വിഷമിക്കരുത്, നിൻ്റെ മുകളുടെ മുമ്പിലും പുറകിലും വശങ്ങളിലും ഞാനുണ്ട് എന്ന്. അത് ബാബ തന്നെയാണ് പറഞ്ഞത്, ബാബ പറഞ്ഞിട്ടുണ്ടെന്ന്. അത് ആ ഒരു വാക്ക് ബാബ ഇന്ന് വരെ പാലിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഭക്തി ഉണ്ടെങ്കിൽ, ഇനി ഭക്തി വേണ്ട, നല്ലൊരു മനസ്സുണ്ടെങ്കിൽ, മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കുംഭമേളയുടെ പ്രാധാന്യം മനസ്സിലാവും. അവിടെ പോയി ചെളിവെള്ളത്തിൽ കുളിച്ചിട്ട് വരാനല്ല ഇത്രയും ദൂരെ യാത്ര ചെയ്ത് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ജീവിതം തന്നെ നിങ്ങൾക്ക് അങ്ങനെ പറയാമല്ലോ, ഇട്ടിട്ട് പോവേണ്ട ഒരു ജീവിതത്തിന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നത്? നിങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോകുന്നുണ്ടോ? അപ്പോൾ അതിലും വലിയ മണ്ടത്തരമൊന്നും അല്ലല്ലോ ഈ ചെയ്യുന്നവർ ചെയ്യുന്നത്. ഒരു ഉറപ്പില്ലാത്തൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ വഞ്ചിച്ചും വെട്ടിച്ചും ഒക്കെ പൈസ കൂട്ടിവെക്കുന്നവരാണ് ഈ ഫേസ്ബുക്കിലും ഒക്കെ വന്ന് പറഞ്ഞ് കളിയാക്കുന്നത്. അപ്പോൾ അതൊരു വലിയ മണ്ടത്തരമല്ലേ? അപ്പോൾ അങ്ങനെ കളിയാക്കാതിരിക്കുക, മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ അപഹസിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രിലിമിനറി ആയിട്ട് ചെയ്യാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം മറന്നുപോയി. അപ്പോൾ ഈ സനാതനധർമ്മത്തെ പറ്റി പറഞ്ഞപ്പോൾ അത് സൂര്യനുമായിട്ട് കണക്ട് ചെയ്താണ് മോഹൻജി പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ റിപ്പബ്ലിക് ഡേ പരേഡിൽ കണ്ടു. അപ്പോൾ സനാതനധർമ്മത്തെ പറ്റി പറഞ്ഞു വന്നത്. അപ്പോൾ റിപ്പബ്ലിക് ഡേയുടെ അന്ന് ഞങ്ങൾ ഗ്രൗണ്ടിൽ പോയി, വടക്കുന്നാഥനിൽ തൊഴുതിട്ട് ഗ്രൗണ്ടിൽ പോയപ്പോൾ അവിടെ റിപ്പബ്ലിക് ഡേ, അതെന്താ പറയുക, ഒരു യൂണിറ്റിയുടെയും സോളിഡാരിറ്റിയുടെ ഒക്കെ പ്രതീകമായിട്ടാണല്ലോ റിപ്പബ്ലിക് ഡേ നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ കുറച്ചൊന്ന് വീഡിയോ എടുത്തു, അത് പോസ്റ്റ് ചെയ്തു. അപ്പോൾ അതിലെവിടെയോ സൂര്യൻ കത്തി ജ്വലിക്കുന്നത്, അത് അറിയാതെ വന്നതാണ്. ഞാൻ ക്യാമറ ഇങ്ങനെ എടുത്തപ്പോൾ തിരിച്ച് സൂര്യൻ നല്ല കത്തി ജ്വലിച്ച് നിൽക്കാണ്ടപ്പോൾ ഒന്ന് എടുത്തു. കാണാൻ പറ്റുന്നല്ലോ. ഭാരത നാട്
അപ്പോൾ ആ സൂര്യൻ്റെ ആ ഒരു പോസ്റ്റ് അതാണ് ഞാൻ ആദ്യം എടുത്തത്, ആ റിപ്പബ്ലിക് ഡേ. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരിടത്തേക്ക് പോയി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, എനിക്ക് വളരെയധികം റെസ്പെക്റ്റ് ഉണ്ട് അവർക്ക്. അദ്ദേഹം നല്ല സേവനങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, സനാതനധർമ്മത്തെ ചിലരൊക്കെ മതമല്ല എന്ന് പറയുന്നുണ്ട്. അത് മതം തന്നെയാണ്, ഒരു സംസ്കാരമൊന്നുമല്ല, മതമാണ്, എല്ലാവരും മതം പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ ഞാൻ കുറച്ച് അൺകംഫർട്ടബിളായി. കാരണം ഒരു മതമായിട്ട് അതിനെ ചുരുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എൻ്റെ പാതയും അതല്ല. എൻ്റെ ഗുരു പറയുന്നതാണല്ലോ എൻ്റെ വാക്യം, സത്യം. അപ്പോൾ ഞാനുണ്ട്, നമ്മുടെ ഗ്രൂപ്പിലെ കുറച്ച് പേരുണ്ട്, കുറച്ച് സഹോദരിമാരുണ്ട്, അന്ന് ഒരുമിച്ച് കൂടി. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് ഇത് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോടുള്ള റെസ്പെക്റ്റും കൂടെ വിചാരിച്ചിട്ട്, ബാബയുടെ ടെമ്പിളാണ്. അപ്പോൾ ഞാൻ ബാബയോട് മൗനമായിട്ട് പ്രാർത്ഥിച്ചു, ബാബ ഇത് എനിക്ക് തിരിച്ചു പറയാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഒരു വാക്ക് തർക്കത്തിന് ബാബ എപ്പോഴും പറയുമല്ലോ, നിങ്ങൾ വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ട് നിങ്ങളുടെ മനഃശാന്തി കളയേണ്ട, മൗനമായിട്ടിരിക്കാൻ, എവിടെയെങ്കിലും വാക്ക് തർക്കം ഉണ്ടാവേണ്ട സാഹചര്യം വരികയാണെങ്കിൽ. അപ്പം ഞാൻ അവിടെ, അതുമല്ല എന്നേക്കാൾ ഒരുപാട് അറിവുള്ള ഒരാളുടെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ സൈലൻ്റ് ആയിട്ടിരുന്നു. എൻ്റെ ഫോൺ അവിടെ ഇരിപ്പുണ്ട്, ഒരു 10-15 മിനിറ്റ് ആയിട്ട് അവിടെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ ഫോണിൽ ഒരു ഗായത്രി തന്നെ വരികയാണ്. ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫോണിൽ ഒന്നും ഓൺ ചെയ്തിട്ടില്ല, യൂട്യൂബ് ഓണല്ല, വാട്സാപ്പ് ഓണല്ലോ, ഒന്നുമല്ല. അത് മോഹൻജി ഗായത്രിയാണ്. ഓം ശതകോടി സൂര്യായ വിദ്മഹേ അവധൂതായ ധീമഹി തന്നോ മോഹന പ്രചോദയാത്. ഇത് മോഹൻജിയുടെ വേറൊരു ഗായത്രിയാണ്. നമ്മളെ ഗ്രൂപ്പിലൊക്കെ സ്ഥിരം ചൊല്ലുന്ന ഒരു ഗായത്രി ഉണ്ടാവും, പരബ്രഹ്മണേ വിദ്മഹേ ശിവതത്വായ ധീമഹി തന്നോ മോഹന പ്രചോദയാത്. അതാണ് നമ്മുടെ സ്ഥിരം ചൊല്ലുന്നത്. എല്ലാ ദിവസവും അരമണിക്കൂർ നമ്മൾ സായിബാബ മിറക്കിൾ മെഡിറ്റേഷൻ ഗ്രൂപ്പിൽ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു പ്രാവശ്യം കേട്ടിട്ടുള്ളൂ. ഇത് ഞാൻ വെച്ചിട്ടുമില്ല, അന്നത്തെ ദിവസം ഒന്നും വെച്ചിട്ടില്ല. ഈ ഗായത്രി ഇങ്ങനെ നിൽക്കുന്നില്ല അത്. അപ്പം ഞങ്ങൾ പരസ്പരം നോക്കുകയാണ്, ഞാനും എൻ്റെ കൂടെ വന്നവരും എല്ലാം നോക്കുകയാണ്, ഇത് എവിടെ നിന്ന് വന്നു. അപ്പം ഞാൻ മോളോട് പറഞ്ഞു, മോൾ ഇതൊന്നും ഓഫ് ചെയ്യാമോ, അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഇതിങ്ങനെ വരികയാണ്. അപ്പോൾ എനിക്കപ്പോൾ ഇതൊരു ഡിസ്റ്റർബൻസ്. അവർ കുറച്ച് നേരം ഇത് മുമ്പോട്ട് പോയി ഈ ഗായത്രി. അപ്പോൾ എൻ്റെ മോളിലെടുത്തപ്പോൾ അത് യൂട്യൂബും അല്ല പ്ലേ ചെയ്യുന്ന, വാട്സാപ്പും അല്ല. അപ്പോൾ അവൾ പറഞ്ഞു, ഇത് എവിടെ നിന്നാണ് വരണേ ഈ സൗണ്ടെന്ന് അറിയില്ല അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഇതൊരു റിമൈൻഡർ ആണല്ലോ എന്ന്. ഈ ഗായത്രി ആണെന്നല്ലാണ്ട് പെട്ടെന്ന് എനിക്കത് അപ്പോഴും ക്ലിക്കായില്ല. ഞാനത് ഓഫ് ചെയ്തു. പിന്നെ സംസാരം എല്ലാം കഴിഞ്ഞു പോന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി, അപ്പോൾ യൂട്യൂബിൻ്റെ ഹിസ്റ്ററി ഉണ്ടല്ലോ, അതിലില്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ പണ്ടത്തെ കിഷോറിൻ്റെ ഫോൺ കോൾ ഓർത്തു, എവിടെ നിന്നാണെന്നറിയാതെ വരുന്ന ഒരു മെസ്സേജ് ഫോണിലൂടെ. അപ്പോൾ ഞാൻ എന്നിട്ട് പിന്നെ ഈ ഒരു ഗായത്രി തപ്പി കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പം ഇത് മോഹൻജി ഗായത്രിയാണ്. അപ്പോൾ സൂര്യനെ പറ്റി തന്നെയാണ് ഇത് പറയുന്നത്. മോഹൻജി പറഞ്ഞല്ലോ, നമ്മുടെ സനാതനധർമ്മം സൂര്യൻ തന്നെയാണ്. അപ്പോൾ അന്ന് ഞാൻ ഈ പോസ്റ്റ് ചെയ്തതും ഞാനത് തന്നെയാണ്. ആ ഒരു വീഡിയോയും ഞാൻ കാണിക്കാം. റിപ്പബ്ലിക് ഡേ പരേഡിൽ പാടിയതാണ്, അഹിംസയുടെ നാട് എന്ന് പറഞ്ഞിട്ട് സൂര്യനെ കാണിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഏതൊക്കെ തരത്തിലാണോ ഗുരു കൂടെയുള്ളതെന്ന് പറയാൻ പറ്റില്ല. ഗുരു പല രൂപത്തിൽ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഈ കുംഭമേളയ്ക്ക് പോണവരുടെ വീട്ടുകാരെ സമാധാനമായിട്ടിരിക്കുക. ഞങ്ങളുടെ കൂടെ ഗുരു ഉണ്ട്, ബാബയുണ്ട്, ഞങ്ങൾക്ക് ആ ഒരു ധൈര്യമാണ്. ഞങ്ങൾക്ക് ആർക്കും ഒരു ഭയമില്ല. നിങ്ങൾ ഭയപ്പെടാതിരിക്കുക, അവരെ തടയാതിരിക്കുക. ഇതൊരു ആയുസിൻ്റെ ഒരു സാധനയാണ്. അത് വെറുതെ കിട്ടിയിരിക്കുന്ന ഒരു സൗഭാഗ്യമല്ല. അപ്പം ഗുരുവാണ് വിളിച്ചിട്ട് പോണത്, ഒരു പേടിയും വേണ്ട, എല്ലാവരും ധൈര്യമായിട്ടിരിക്കുക. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ ഒരു പാത എന്ന് പറഞ്ഞാൽ അവധൂതന്മാരുടെ പാതയാണ്. അതാണ് റിമൈൻഡ് ചെയ്തത്. അവധൂതന്മാർക്ക് ജാതിയോ മതമോ ഒന്നുമില്ല, അവർക്കൊന്നും ബാധകമല്ല, ടോട്ടലി ജീവൻ മുക്തരാണ് അവർ. അപ്പോൾ ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ ചട്ടക്കൂടിൽ ഇപ്പോൾ പറയും, എന്താ പറയുക, ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്. ഒരാൾ ബ്രാഹ്മണനായി ജനിച്ചാൽ പോലും അവരും ശൂദ്രരുടെ പണിയാണ് ചെയ്യുന്നത്. അവർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, വർണ്ണധർമ്മങ്ങളൊന്നും അവധൂതർക്ക് ബാധകമല്ല. സേവ ചെയ്യുമ്പോൾ നമ്മൾ ശൂദ്രരാവുക ചെയ്യുന്നത്. ഞാൻ ബൈ ബർത്ത് ശൂദ്ര ഇതിൽപ്പെട്ടത്, നായരാണ്, ദീപ നായരാണ്. അപ്പോൾ സേവ എന്ന് പറയുന്നത് അത്ര മോശം കാര്യമല്ല. ഇപ്പം നമ്മൾ തിരുവണ്ണാമല പോയി സേവ ചെയ്തു. ഇന്നത്തെ ശ്രീലതയുടെ എക്സ്പീരിയൻസ് കണ്ടില്ലേ, ആൾക്ക് ചെറുപ്പം തിരിച്ചു കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ സേവ ചെയ്യുകയാണ്. അപ്പോൾ ഈ ബ്രാഹ്മണർ അല്ല ക്ഷത്രിയന്മാർ, അവർ രാജാക്കന്മാർ ജനങ്ങളെ സേവിക്കുകയാണ്. അത് മറന്നുപോയത് രാഷ്ട്രീയക്കാരാണ്. പക്ഷെ രാജാക്കന്മാർ, നല്ല രാജാക്കന്മാർ ജനങ്ങളെ സേവിക്കുക. അപ്പോൾ അവരും ശൂദ്രരുടെ പണി ചെയ്യുക. അപ്പോൾ ഇതിനൊരു അതിർവരമ്പുകളൊന്നുമില്ല. ഓരോരുത്തരുടെ സെൽഫിഷ്നെസ്സിന് വേണ്ടിയിട്ട്, ഒരു ഈഗോയ്ക്ക് വേണ്ടിയിട്ട് ഇതിനൊക്കെ അതിർവരമ്പിട്ടതാണ്. വൈശ്യര് അവർ ചെയ്യുന്നത് ഒരു സേവനമല്ലേ, ആൾക്കാർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്നു. അതുകൊണ്ട് ഇതെല്ലാം നേരെ മറിച്ച് നമ്മൾ അധർമ്മത്തിനെതിരെ പ്രതികരിക്കുമ്പോൾ എനിക്ക് ആ ഒരു സ്വഭാവമുണ്ട്. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തിരിച്ചതിനെ എന്തെങ്കിലും പ്രതികരിക്കാതിരിക്കാറില്ല പൊതുവേ.
ഒരു അധർമ്മം കണ്ട. അപ്പം നമ്മളിൽ എന്താ ക്ഷത്രിയ ഗുണമാണ് കാണുന്നത്. അതുപോലെ നമ്മളെല്ലാവരും തമ്മിൽ കണക്റ്റഡ് ആണ് എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മത്തെ അറിഞ്ഞവർ ബ്രാഹ്മണരുടെ സ്വഭാവമാണ് നമ്മൾ ആ പറയുന്നത്. നമ്മൾ അറിഞ്ഞ സത്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഗുരുവിലൂടെ അറിഞ്ഞ സത്യങ്ങൾ. അതാണ് ഞാൻ യൂട്യൂബിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ബ്രഹ്മത്തെ അറിഞ്ഞവരുടെ ജ്ഞാനം നിങ്ങളിലേക്ക് പകർന്നു തരുന്ന ആ ഒരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ കണക്റ്റഡ്, അല്ലാണ്ട് ഒന്നൊന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുകയല്ല. അതാണ് ഒരു അവധൂതൻ കാണിച്ചു തരുന്നത്. ഒന്നിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ ഡിഫെൻഡ് ചെയ്യുക. അത് ക്ഷാത്രിയ വീര്യം വേണം. അല്ലാതെ നമ്മൾ പേടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം എന്നല്ല. നമുക്കൊരു ശരീരം തന്നിട്ടുണ്ട്, നമുക്കൊരു ആത്മബലം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ തിരിച്ച് പ്രതിരോധിക്കുക. അതില്ലാതെ പോയത് കൊണ്ടാണ് ഭാരതത്തിലെ ആക്രമണം നടന്നത്. ഇത്ര കോടി ജനങ്ങളുള്ള ഭാരതത്തെ എങ്ങനെ കീഴ്പ്പെടുത്തി? വിഘടിച്ച് നിന്നതുകൊണ്ട്, നാട്ടുരാജാക്കന്മാരായിട്ട് വിഘടിച്ച് നിന്നുകൊണ്ട്. അത് തന്നെയാണ് മോഹൻജി പറഞ്ഞത്. ബംഗ്ലാദേശിനെതിരെ ഓരോ ഗ്രൂപ്പായിട്ടല്ല ചെയ്യേണ്ടത്, എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുക. ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു ബലമാണ്. ഒരുമിച്ച് നിൽക്കുമ്പോഴുള്ള ബലം അതൊന്ന് വേറെ തന്നെയാണ്. ആ ഒരു എനർജി അത് ഈവൻ പ്രാർത്ഥനയ്ക്കും അങ്ങനെയാണ്. കൂട്ടായി പ്രാർത്ഥിക്കുന്നവർക്ക് ആ എനർജി കൂടുതൽ, ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിക്കുന്നവർക്കല്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. കുംഭമേള എന്ന് പറഞ്ഞാൽ ഒരുപാട് സദ്ഗുരുക്കന്മാർ ദൃശ്യരായിട്ടും അദൃശ്യരായിട്ടും വരുന്നുണ്ട്. ആ പ്രസൻസ് അനുഭവിക്കാൻ, ആ ഒരു വൈബ്രേഷൻ അനുഭവിക്കാൻ, ആ ഒരു ചേഞ്ച് അനുഭവിക്കാനാണ് പോകുന്നത്, അല്ലാതെ വെറുതെ കുളിക്കാനല്ല. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓം സായിറാം, ജയ് മോഹൻജി.